നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഇന്ന് സാമ്പാർ വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ പോകുന്നു. അതിന് നമ്മുടെ കൂടെ നിൽക്കുന്നത് അരിഞ്ചിയാണ്. എല്ലാവരും അരിഞ്ചിനൊന്ന് നമസ്കാരം ഒന്ന് കേൾക്കുക. അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വലിയ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല, ഇത്തിരി മാത്രം ഉപയോഗിക്കണുള്ളൂ. അതിനായിട്ട് 2-3 മുരിങ്ങാക്കോലി, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ്, നിസ്സാര ഐറ്റങ്ങൾ കൊണ്ടുവന്ന സാമ്പാർ റെഡിയാക്കണം. വെണ്ടയ്ക്ക കട്ട് ചെയ്യണം. അതുപോലെ തക്കാളി, തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞ് ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ മേടിക്കാൻ നോക്കിയതല്ല, കടയിൽ അത് റേറ്റ് കുറവ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്താണത്. എല്ലാവരും മേടിക്കുന്നുണ്ട്, ഞാനും എടുത്തു. ഞാൻ ഇടാറില്ല. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് നല്ലതാണ്. ക്യാരറ്റ്, കട്ട് ചെയ്യണ സമയത്ത് 2 ക്യാരറ്റൊക്കെ തിന്നാം, അതൊന്നും സീനില്ല. വെണ്ടയ്ക്ക എടുത്തേക്കണം നമ്മൾ തിന്നാനല്ല, കട്ട് ചെയ്യാനായിട്ട്. നേരത്തെ നമ്മൾ പകുതി കട്ട് ചെയ്തോളൂ, കണ്ടില്ല പിന്നെ. ഓക്കെ, എല്ലാം കൂടി ചെറിയൊരു സാമ്പാർ. ക്യാരറ്റും പകുതി നമ്മൾ നേരത്തെ കട്ട് ചെയ്തോളൂ. സിമ്പിളായിട്ട് നമ്മൾ സാമ്പാറുണ്ട്, സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണതാണ് ഉണ്ടാക്കി. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, ഞാനിട്ടിട്ട് വീഡിയോ എപ്പോഴും ചേച്ചിയാണ് വീഡിയോ ഇടുന്നത്. എനിക്കും മടിയായിട്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കറി ഉണ്ടാക്കണത് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് വീഡിയോ. അതിനായിട്ട് നമ്മളിനി എല്ലാ കാര്യങ്ങളും ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കട്ടിങ് പരിപാടികൾ ഫുള്ള് ലാസ്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ്, പക്ഷെ നമ്മൾ മെയിൻ ചീസ് ഇട്ടിട്ടില്ല. കട്ടിക്കെല്ലാം കഴിഞ്ഞു. അതിനായിട്ട് നമ്മൾ ഇതാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കണത്. ഈ ചെറിയ ഇതിനകത്തുള്ള സാധനങ്ങൾ വെക്കണേ. മെയിൻ ചീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. വെളുത്തുള്ളി നമ്മളിങ്ങനെ മോള് ഭാഗം കളഞ്ഞിട്ട്
അതായത് ഈ ഭാഗം കളയാം. വെളുത്തുള്ളി കട്ട് ചെയ്ത് തൊലി കളയാൻ എളുപ്പത്തിന് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് കത്തിയും വെച്ചുകൊണ്ടും പ്രസ് ചെയ്യുക. ഒന്ന് ഉറച്ച് കഴിഞ്ഞല്ലേ ഓക്കെ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അല്ല, ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് ഞാനത് കളയണത്. ഒന്നും ഞാൻ പോസും ചെയ്യണില്ല, ഒന്നും ഞാൻ ചെയ്യണില്ല. ഇതിലെളുപ്പ വഴിയാണ്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും തൊലി ഒഴിക്കണം. നമ്മൾ കത്തിയും കൊണ്ട് ഉപയോഗിക്കേണ്ട, ഒന്നും നമ്മൾ ചെയ്യണ്ട. ഞാൻ ഒന്നും പോസൊന്നും ചെയ്യണില്ല, നിമിഷ നേരം കൊണ്ട് തൊലി കളഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ മിക്കതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞു. ഓക്കെ, ഉണ്ടോ ഖലാസ്. ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ആൾക്കാർക്ക് തൊലി കളയാനായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കറികളിലൊക്കെ വെക്കണ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് വെളുത്തുള്ളിയുടെ തൊലി കളയണത്. പിന്നെ ചിലർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ചെയ്യും, അതിനേക്കാളും ഒരു എളുപ്പവഴിയാണത്. ഇനി നമ്മൾ സവാള റെഡിയാക്കണം. സവാളയുടെയും ഈ ഉള്ളിലത്തെ ഭാഗം കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതിങ്ങനെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഭാഗം പോയി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ നമുക്കിനി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നേരത്തെ നമുക്ക് ക്ലീനായി കിട്ടും. വേണ്ട, ഇങ്ങനെ അതെടുക്കുക, ഇങ്ങനെ ഒന്ന് ഞെക്കി ഒന്ന് കറക്കുക, പരിപാടി കഴിഞ്ഞു. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറേ വഴികളുണ്ട്, കാണിക്കാൻ ടൈമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പം നമ്മളിനി സവാള കട്ട് ചെയ്തെടുക്കണം. രണ്ട് സവാള എടുത്തിട്ടുണ്ട്. രണ്ട് സവാള അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടും ഇതുപോലെ ചതച്ചാൽ മതി. കത്തി വെക്കാം, ഇതുപോലെ ഇങ്ങനെ ഞെക്കുക, പ്രസ് ചെയ്യുക, ഇങ്ങനെ ചതഞ്ഞിട്ട് നമുക്കിനി സെപ്പറേറ്റ് ഇനി ചതച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഓക്കെ. ഇതേ നമ്മൾ ചതച്ചെടുത്ത് നമ്മൾ ഇനി അത് കുതിർന്നോളും, ഒരു വിസിലടിക്കുകയും സെറ്റായിക്കോളും. നമ്മളെ ഓറഞ്ച് പരിപ്പ് സാമ്പാർ വെക്കാനായിട്ട് ചെയ്യും. മറ്റേതാണ് ടൈം എടുക്കും സാമ്പാർ വേവാനായിട്ട്. ഓറഞ്ച് പരിപ്പ് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ളിൽ നമ്മൾ സാമ്പാർ ഉപയോഗിക്കണം. ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും പരിപ്പ് മതി. 2 പേർക്ക് 2 പ്ലേറ്റ് പരിപ്പല്ല. ജസ്റ്റ് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നിറച്ച് അഴുക്കിട്ടോ ഞങ്ങൾക്ക്. ഇത് ബംഗാളികൾ കഴിക്കണ പരിപ്പാണ്, ഓറഞ്ച് പരിപ്പ്. നമ്മുടെ പരിപ്പ് കഴിക്കും. പരിപ്പ് കഴുകാൻ ഉപയോഗിച്ച പാത്രത്തിനുണ്ട് ഒരു സ്റ്റോറി. ഇത് എൻ്റെ അപ്പനപ്പന്മാർ ഉപയോഗിച്ച പാത്രമുള്ളത്. അതാണ് ഞാനും കൂടെ കൊണ്ടുവന്നേക്കുന്നത് ദുബായിലേക്ക്. ഈ പാത്രത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ പാത്രമാണ് ഇതില്ലേ, ഡിസൈനൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ പാത്രം ഇതുപോലത്തെ പാത്രം കിട്ടുമോ? അതുകൊണ്ട് ഞാൻ കളയാതെ ഈ പാത്രത്തിലാണ് ചോദിക്കുന്നത്. പാരമ്പര്യമായിട്ട് മറ്റേ എന്താ പറയുക, തലമുറകൾ കഴിയുന്ന പാത്രമാണ് വെക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നാണ് ഈ പാത്രം. സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു.
ഇനി വേറെ പരിപാടിയില്ല. ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം നമ്മൾ സെറ്റാക്കി നമ്മളിനി ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ കബോർഡൊക്കെ തുറന്ന് നമ്മൾ സാധനങ്ങൾ ഇടാൻ പോകുന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്. കടുകിൻ്റെ ആവശ്യമില്ല, കടുക് ലാസ്റ്റാണ് തോന്നുന്നത്. സാമ്പാർ പൊടി. ഇതിനകത്ത് അമ്മ ഒരു ടീസ്പൂൺ നമ്മ മല്ലിപ്പൊടിയും ഇട്ട്, ഒരു 1.5 ടീസ്പൂൺ നമ്മൾ സാമ്പാർ പൊടിയും ഇട്ട് കുറച്ചും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്ത്. ഇത്രയും നമ്മൾ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്ത്. അതിനായിട്ട് നമ്മൾ ഇച്ചിരി കായം, ആ കായം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അത് തനിയെ റെഡി ആയിക്കോളൂ. റെഡി ആവുന്ന സമയത്ത് അത് അലിഞ്ഞോളും. നമുക്കൊന്നും പറ്റുമൊന്നുമില്ല അത് അലിയിച്ച് റെഡിയാക്കാനായിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ വാളംപുളി. ഇനി അതും കൂടി നമ്മൾ ഒരു ഉരുളയാക്കിയിട്ട് നമ്മളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഒപ്പം വാളംപുളി നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നമ്മളെ സെറ്റാക്കി. ഇനി അതും കൂടി ഞങ്ങളുടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിലേ അത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഉണ്ടാവും. അത് കഴിക്കണ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. കണ്ട ഇത്രയും കച്ചറയുണ്ട് അതിനകത്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ സെറ്റാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് തള വരുമ്പോൾ പുറത്തോട്ട് വരാണ്ടിരിക്കുന്നത്. കുക്കറിലിട്ടാണ് അടിക്കണതേ, അതുകൊണ്ട് ഇല്ലെങ്കിൽ പുറത്തോട്ട് ചാടിപ്പോരും. നമ്മുടെ കുക്കർ അടച്ചു വെക്കാൻ പോകും. പിന്നെ ഒരു 8 വിസിൽ മതി നമ്മുടെ സാമ്പാർ റെഡിയാവാനായിട്ട്. ആദ്യം ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇത് കഴിയുമ്പോഴേക്കും വിസിലടിക്കണ്ട, അതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിടാം. അപ്പോഴേക്കും സെറ്റാവും. നമ്മുടെ പാൻ ചൂടായി. അതിനകത്ത് ഇനി ഇച്ചിരി ഓയിലൊഴിച്ച് അത് ചൂടാവണവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കടുകിടും. നമ്മൾ ഇത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് വറ്റൽമുളക് ഇല്ല ഇടാനായിട്ട്. നമ്മൾ ഇതിനകത്തേക്ക് ആ കടുക് പൊട്ടിച്ചത് ചൂട് കടുക് ഒഴിച്ച് ചൂടാക്കാനായിട്ട് നമ്മൾ വെച്ചേക്കാണ്. അതിനായിട്ട് നമ്മൾ ഇച്ചിരി സാമ്പാർ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കിട്ടുക സാധനം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ സാമ്പാർ കാണിച്ചുതരാം കേട്ടോ. സാമ്പാർ സെറ്റായി. ഇനി നമ്മൾ അവിടെ അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും റെഡിയായി. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ച്. കുക്കിംഗ് അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇന്നത്തത് കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. അതാണ് പരിപാടി. ഇപ്പോൾ ഡ്രസ്സ് പോലും മാറിയിട്ടില്ലണ്ട. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കണം. എന്തൊക്കെയാണല്ലേ. ഇതാണ് ലൈഫ്. ബൈ.